ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്രീം ഉപയോഗിക്കേണ്ട, മുട്ട ഉപയോഗിക്കേണ്ട, കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കേണ്ട, കളറൊന്നും ഉപയോഗിക്കേണ്ട, ഇതൊന്നും ഇല്ലാതെ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ക്രീമി ആയിട്ടുമുള്ള ഒരു പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഈ ഒരു റെസിപ്പിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്യുന്നത് ഗ്രേറ്ററിൽ വലിയ ബ്ലേഡിൽ വെച്ചിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കത് ചെറുതിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ കുറച്ച് വലുതായിട്ട് ഇരിക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതാ ഞാനതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അളവ് കിട്ടാനും ബാക്കിയുള്ള പാലൊക്കെ എത്രത്തോളം അളവ് എടുക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്യാരറ്റ് ഒരു കപ്പിനകത്തോട്ട്, ഒരു മെഷർമെൻറ്റ് കപ്പിനകത്തോട്ടോ അല്ലെങ്കിൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു സാധാരണ ഗ്ലാസ്സിനകത്തോട്ട് നമുക്കൊന്ന് മെഷർ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു മെഷർമെൻറ്റ് കപ്പ് 250 ml മെഷർമെൻറ്റ് കപ്പാണ്. അപ്പോൾ ഇതിനകത്തോട്ടൊന്ന് നിറച്ച് നോക്കുന്നുണ്ട്. അപ്പം നിറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് 1 കപ്പ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന അളവുകളൊക്കെ ഈ 1 കപ്പിൻ്റെ അളവിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 1 കപ്പ് ക്യാരറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഈ ക്യാരറ്റും അതുപോലെ നെയ്യൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് 1 മിനിറ്റ് സമയം എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ആദ്യം ഒരു 1-1.5 മിനിറ്റ് സമയം എടുത്തോ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. എങ്കിലാണ് ആ ക്യാരറ്റിലൊക്കെ നെയ്യൊക്കെ പിടിച്ച് നല്ലൊരു മണവും സ്വാദൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതാ 1.5 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇട്ട ക്യാരറ്റിൻ്റെ നിറമായിരിക്കില്ല പിന്നീട് കേട്ടോ, കുറച്ച് പതുക്കെ ഒരു നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇപ്പോൾ ആദ്യം ചേർക്കുന്നത് 1/2 കപ്പ് പാലാണ്. അപ്പം ഈ 1/2 കപ്പ് പാല് നമുക്ക് മൊത്തത്തിൽ 1 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം ഞാൻ 1/2 കപ്പ് പാൽ ഒഴിച്ച് നോക്കുകയാണ്, കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയല്ലോ എന്ന് ഓർത്ത്. പക്ഷെ 1/2 കപ്പ് ഒഴിച്ച് പിന്നെ ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പാൽ ഒട്ടും തികയാത്ത പോലെ തോന്നി. അപ്പം ഞാൻ ഒരു 1/2 കപ്പും കൂടെ ഒഴിച്ചു. അങ്ങനെ മൊത്തം 1 കപ്പാണ് 1 കപ്പ് ക്യാരറ്റിന് 1 കപ്പ് പാലെന്നുള്ള കണക്കാണ്. അപ്പോൾ ഇനി ഈ പാലിനകത്ത് കിടന്ന് ഈ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പാലൊക്കെ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പാലൊക്കെ നന്നായിട്ട് വറ്റി വരണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാലൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ അല്പം കശുവണ്ടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ആ ചെറുതായിട്ട് കശുവണ്ടി കടിക്കാൻ കിട്ടുന്നതൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി കശുവണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പാല് ഇതിനകത്ത് ഇച്ചിരി കൂടെ ഒന്ന് വറ്റാനുണ്ട്. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല, ഇനിയാണ് നമ്മൾ പഞ്ചസാര ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന ക്യാരറ്റിന് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും മധുരം ചേർക്കേണ്ട കാര്യമില്ല. ഒരു 2-2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതിയാവും. ഞാൻ എടുത്തിരിക്കുന്ന ക്യാരറ്റിന് ഒട്ടും തന്നെ മധുരമില്ല, അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പഞ്ചസാര ചേർത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഒരു ഒത്തിരി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരുമ്പോഴത്തേക്കും ഇച്ചിരി വെള്ളം പോലെ ഇരിക്കും. അത് സാരില്ല, ആ വെള്ളമൊക്കെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അന്നേരം അത് വറ്റി വരും, അതുവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയുടെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. കണ്ടോ, ഇത് നല്ല ഹലുവ പോലെ ഇങ്ങനെ മടങ്ങി വരും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇച്ചിരി കാണാനൊക്കെ നിങ്ങൾക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ചില്ല് ഗ്ലാസിൻ്റെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബൗളിനകത്തോട്ട് നമുക്ക് ആ ചൂടോട് കൂടെ തന്നെയാണ് ഞാൻ ആ ക്യാരറ്റിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊന്ന് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനൊരു ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്ക് 2, 3, 4 ലെയറിലൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ലെയറിനുള്ളതേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതവിടെ ചൂടാറട്ടെ. ആ നേരം നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇതിനകത്തോട്ട് 1/2 ലിറ്റർ പാലാണ്. പിന്നെ ഇങ്ങനത്തെ പുഡിങ്ങിനും ഐസ്ക്രീമിനും ഒക്കെ എപ്പോഴും നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കുക. ഞാനിവിടെ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട് 1/2 ലിറ്റർ. അപ്പോൾ പാൽ അവിടെ നിന്ന് ചൂടാവട്ടെ, തിളക്കട്ടെ. ആ ഒരു സമയം ഞാൻ 3 ബ്രെഡ്, അത് നിങ്ങൾക്ക് ബ്രെഡിൻ്റെ അരു, അത് വൈറ്റ് ബ്രെഡോ വീറ്റ് ബ്രെഡോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ അരു ഒന്നും കളയാൻ നിൽക്കണ്ട. നമുക്കത് അങ്ങനെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി
ഈ മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് ബ്രെഡ് ക്രംസ് ആയിട്ട് എടുക്കാനാണ് ചെയ്യുന്നത്. ഇതാ മിക്സിയിലപ്പോൾ ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഫൈൻ ആയിട്ടുള്ള ഒരു ബ്രെഡ് ക്രംസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പാൽ എന്തായി എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ പാല് നോക്കിക്ക് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, കാരണം പാടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് വടിച്ചെടുക്കുക കേട്ടോ. കാരണം ഇതിനകത്ത് ആ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു കൊഴുപ്പൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്, വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി മഞ്ഞൾപ്പൊടി ചേർത്തു എന്ന് ഓർത്തുകൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റും വരാൻ പോകുന്നില്ല, ജസ്റ്റ് ഒരു നിറം അത്രയേ ഉള്ളൂ. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് കുങ്കുമപ്പൂവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂവിൻ്റെ 1-2 ഇതള് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ പാലൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങി. ഞാൻ ഫ്ലെയിം ഏറ്റവും ലോവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡിൻ്റെ ക്രംസ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ലോവിലായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുറുകാൻ തുടങ്ങും. ബ്രെഡാണ്, കുറുകാനുള്ള ഒരു കഴിവുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതാ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു ഓപ്ഷണൽ കാര്യമാണ് ചേർക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പാൽപ്പൊടി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ഇതിനകത്തോട്ട് മധുരം ചേർക്കണം, അത്രയേ ഉള്ളൂ. അത് ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഈ ബ്രെഡും പാലും തന്നെ നല്ല കുറുകി വരുമ്പോഴത്തേക്കും നല്ല സ്വാദാണ്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പാൽപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ മധുരം ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഈ ഒരു മിക്സിന് പറയുന്ന പേരാണ് റബിഡി അല്ലെങ്കിൽ റബിദി എന്നൊക്കെ വിളിക്കുന്നത്. അത് പല പേരിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. റബിഡി എന്നാണ് നോർമലി പറയുക. ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം ഏലക്ക, ഒരു 2-3 നുള്ള് അത്രയേ ഉള്ളൂ കേട്ടോ ഏലക്കപ്പൊടി ചേർത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ക്യാരറ്റിനകത്ത് ഏലക്ക ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒത്തിരി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തൽ വരും. അപ്പോൾ അതങ്ങനെ ഇളക്കി നല്ല ക്രീമായിട്ട് കണ്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിത് കുറച്ച് ക്ലോസപ്പ് ആയിട്ട് കാണിക്കാം കേട്ടോ എത്രമാത്രം ക്രീമിയാണെന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. നല്ല നമ്മൾ ശരിക്കും ഒരു ക്രീം വിപ്പ് ചെയ്ത പോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അത്രയും നല്ല തിക്കായിട്ടും എന്താ പറയുക നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നല്ലൊരു ടേസ്റ്റാണ് ഈ റബിഡി എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് തന്നെ കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ്. നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് സാലഡ് പോലെ നമുക്ക് ഇതിനകത്ത് കഴിക്കാനും പറ്റും. വലിയ പാടൊന്നുമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ബ്രെഡും പാലും പാൽപ്പൊടി വേണമെന്നൊന്നുമില്ല, ഇച്ചിരി പഞ്ചസാരയും മതിയാവും. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് അതേ ചൂടോട് കൂടെ തന്നെ നമ്മൾ നേരത്തെ ഒരു ബൗളിനകത്തോട്ട് ക്യാരറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മേലെ ഇതൊന്ന് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ അളവനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഞാൻ കൂടുതലും റബിഡിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്രീമൊക്കെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ കഴിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 2-3 ലെയറൊക്കെ ആയിട്ട് എടുക്കാം. ഇനിതാ ഞാൻ ഈ ക്രീം മുഴുവൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മുകളിലൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇച്ചിരി കശുവണ്ടി മാറ്റി വെച്ചതും കൂടെ കുറച്ച് പിസ്തയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ മേലൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്ത് ഒരു 5-6 മിനിറ്റ് അത്രയും നേരം തണുപ്പിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒത്തിരി നേരം തണുപ്പിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ചെറു ചൂടോടെ കഴിക്കാം. എങ്ങനെ കഴിച്ചെന്നാൽ ഇത് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തണുപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. ഞാനത് ഇങ്ങനെ തന്നെ ചൂടോട് കൂടെയാണ് കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു ചൂടോട് കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. പിന്നെ മറ്റൊരു രണ്ടാമത്തെ രീതിയിൽ ഇത് സെർവ് ചെയ്യുന്നതും കൂടെ കാണിക്കാം. അതിനായിട്ടൊരു ബ്രെഡ് എടുക്കാം. ബ്രെഡ് ഈ ഒരു രീതിക്ക് ബ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള ക്രസ്റ്റ് നമുക്കൊന്ന് മുറിച്ച് മാറ്റണം. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ ഒരു ബ്രൗൺ ഭാഗം ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ. അതായത് ഇതൊന്ന് കനം കുറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്രെഡ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ നോക്കുക. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രെഡ് ഇച്ചിരി ഒരാഴ്ചയ്ക്കായിട്ട് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്ന ഒരു ബ്രെഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഒരു ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അത്തരം ബ്രെഡ് എടുക്കാതെ നല്ല ഒരു 2-3 ദിവസം പഴക്കമുള്ള ബ്രെഡ് എടുക്കാൻ നോക്കുക. അപ്പോൾ അതാ ഞാൻ കനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് റോളർ വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കനം കുറഞ്ഞ്. ഇനി ചെയ്യാനുള്ളത് ഞാൻ ഇച്ചിരി റബിഡി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാണോ അതനുസരിച്ച് ഇതിനകത്തോട്ട് നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം.
അപ്പോൾ റബഡിയൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ ഇച്ചിരി ഫില്ലിങ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ നമുക്ക് ഒരു സൈഡിൽ മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് വെക്കാം. കാരണം ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് വേണ്ട, നിങ്ങൾക്ക് ഇത് മതി എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ബ്രെഡ് റോൾ ചെയ്യണം, ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി എടുക്കണം, അത് പാടാണ്. അതെല്ലാം എളുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മെത്തേഡാണ് നല്ലത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലൊന്ന് മടക്കി എടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ പുറം ഭാഗത്തും കൂടെ ഈ ഒരു റബഡി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ താഴത്തെ പ്ലേറ്റിൽ മുട്ടിയിരിക്കുന്ന ഭാഗത്ത് മാത്രം തേക്കാതെ ബാക്കിയുള്ള സൈഡുകളിലൊക്കെ ഞാനൊന്ന് തേച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്പം പിസ്ത കശുവണ്ടിയുടെ ആ ഒരു കുറച്ച് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ റോളായിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്യാരറ്റിൻ്റെ ഒരു ഫില്ലിങ്ങും പിന്നെ ആ റബഡിയുടെ ടേസ്റ്റും ഇടയ്ക്ക് കശുവണ്ടിയൊക്കെ പിസ്തയൊക്കെ കടിക്കാൻ കിട്ടുന്നതൊക്കെ കൂടെ ചേർന്ന് ഒരു ഉത്സവമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാനിതാ മുറിച്ച് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒത്തിരി പേർക്ക് സെർവ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. കാരണം നമുക്ക് ഒരു ബ്രെഡ് പീസ് തന്നെ 3ഉം 4ഉം ഒക്കെ ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു പേട വെക്കുന്നത് പോലെ നമുക്ക് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് നമുക്ക് നല്ലൊരു മധുരമായിട്ട് കൊടുക്കാനും പറ്റും. വലിയ ചിലവില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇതാ കണ്ടില്ലേ, നല്ല എന്താ പറയുക, നല്ല സ്പൂണൊക്കെ വെച്ച് നന്നായിട്ട് കുതിർന്നൊക്കെ വരും. അപ്പോൾ ഈ റബഡി നമ്മൾ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ബ്രെഡ് ആ ഒരു റബഡിയിൽ നന്നായിട്ട് സോക്കായിട്ട് വരും. അപ്പോൾ ഇച്ചിരി സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇരിക്കും തോറും ബ്രെഡ് ഇങ്ങനെ കുതിർന്ന് വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പം നമുക്ക് ഇങ്ങനെയും സെർവ് ചെയ്യാം. ഇനി നമ്മുടെ മറ്റേ ഒരു ബൗളിനകത്ത് നമ്മൾ ഒഴിച്ചു വെച്ചത് എന്തായെന്നുള്ളത് നോക്കാം. ബൗളിനകത്ത് ഒഴിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നൊന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം കേട്ടോ, ഞാൻ വെക്കണ്ടെന്ന് പറഞ്ഞില്ല. എന്നോട് കുറേ പേര് കഴിഞ്ഞ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ ചോദിച്ചായിരുന്നു ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ടാത്ത ഒരു പുഡിങ് ഉണ്ടാക്കണം എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ചൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പുഡിങ് ഇരിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ക്യാരറ്റിൻ്റെ ഒരു മിക്സും പിന്നെ ആ ഒരു റബഡി നല്ലൊരു തിക്കായിട്ട് ഇരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലും പിന്നെ നട്ട്സും ഒക്കെ കൂടെ ചേർത്ത് സംഭവം ഉഷാറാണ്. അപ്പം നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പുഡിങ്ങാണ്. എന്നോട് കുറേ പേര് ചോദിച്ചൊരു പുഡിങ്ങാണിത്. അതായത് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ക്രീമോ മുട്ടയോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു പുഡിങ്ങാണ്. ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.